നമുക്കിന്നൊരു കടലക്കറി ഉണ്ടാക്കിയാലോ. കറുത്ത കടലയാണ് ഇത്. അത് ഞാൻ കഴുകി അടുപ്പി വെച്ചൊരു സവാള അരിഞ്ഞ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 3, 4, 5 വിസിലായാലും കുഴപ്പമില്ല. കറുത്ത കടലയിൽ നല്ല വേവുണ്ട്. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ കടല ഉള്ളിയും കൂടെ നല്ല വെന്ത് ചേർന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ച് പൊടികളൊക്കെ ഇതിൽ മൂപ്പിച്ചെടുക്കാം. കടുക് കുറച്ച്, കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. കടുക് താളിക്കുമ്പം ഉള്ളി അരിഞ്ഞിട്ട് ചെയ്യുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റ് കൂടുതലുള്ളൂ. പച്ചമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ. കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുത്ത്. അതിൽക്കൂടെ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് പൊടികളിട്ട് കൊടുക്കാതെ ഞാനൊരു 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലിട്ട് കൊടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പൊടി ഒന്ന് മൂപ്പിച്ചിടുന്നതാണ് നല്ലത്. 1 ടീസ്പൂണ് മസാലപ്പൊടി. ഞാൻ ഇതിൽ ചിക്കൻ മസാലയൊന്നും ഇടുന്നില്ല. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങ കൊത്ത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. എല്ലാം തക്കാളിയും ഒക്കെ കൂടെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് തേങ്ങ അരച്ചത്, പാലല്ല തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് എരിവും എല്ലാം ഉണ്ട്, സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്തും അതും എല്ലാം ഇട്ടിട്ടുള്ള നല്ല അടിപൊളി കടലക്കറിയും ചമ്പവരിയുടെ ചൂട് പുട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന റെസിപ്പികളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും പ്ലീസ് ചെയ്തേക്കണേ ഒന്ന്. എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.